ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മോക്ക് ടെസ്റ്റാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് അടുത്തൊരു മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊന്നും കൂടി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോഡിൽ ഹമ്പ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഞാൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രിത വേഗപരിധി പാലിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ പകൽ സമയത്ത് മാത്രം, ഓപ്ഷൻ ബി രാത്രി സമയത്ത് മാത്രം, ഓപ്ഷൻ സി ജോലി നടക്കുന്ന സമയത്ത് മാത്രം, ഓപ്ഷൻ ഡി എല്ലാ സമയങ്ങളിലും. ഓപ്ഷൻ ഡി ആണ് ഞാൻ കൊടുക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സീറ്റ് ബെൽറ്റിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്താണ്? ഓപ്ഷൻ എ അപകടമുണ്ടായാൽ സീറ്റ് ബെൽറ്റ് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനാകും. ഓപ്ഷൻ ബി ഡ്രൈവർ മാത്രമേ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതുള്ളൂ. ഓപ്ഷൻ സി പിൻസീറ്റുള്ള യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ അപകടമുണ്ടായാൽ അവർ തങ്ങളെയും മറ്റ് യാത്രക്കാരെയും അപകടത്തിലാക്കുന്നു. ഓപ്ഷൻ ഡി പരമാവധി സംരക്ഷണം നൽകുന്നത് സീറ്റ് ബെൽറ്റ് സുരക്ഷിതമായി ഉറപ്പിച്ചിരിക്കണം. ഓപ്ഷൻ ബി ആണ് ഞാൻ കൊടുക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ 2000 രൂപ, ഓപ്ഷൻ ബി 5000 രൂപ, ഓപ്ഷൻ സി 10000 രൂപ, ഓപ്ഷൻ ഡി 3000 രൂപ. ഓപ്ഷൻ സി ആണ് ഞാൻ കൊടുക്കുന്നത്, 10000 രൂപ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏത് അവസരത്തിലാണ് വെയ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ബ്രേക്കിംഗ്, ഓപ്ഷൻ ബി കോർണറിംഗ്, ഓപ്ഷൻ സി ആക്സിലറേഷൻ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഞാൻ കൊടുക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഞാൻ കൊടുക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ എ കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, ഓപ്ഷൻ ബി ഗ്യാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ, ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയായ ഉത്തരമാണ്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓപ്ഷൻ ബി ആണ് ഞാൻ കൊടുക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 112 പ്രകാരം ഡാഷ്. ഓപ്ഷൻ എ വേഗത പരിധി കവിയാൻ പാടില്ല, ഓപ്ഷൻ ബി മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല, ഓപ്ഷൻ സി നികുതി അടയ്ക്കാതെ റോഡിൽ വാഹനം ഓടിക്കരുത്, ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. ഓപ്ഷൻ ബി ആണ് ഞാൻ കൊടുക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ലഹരി പാനീയങ്ങളില്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ ഏകാഗ്രതയെ ഗുരുതരമായി ബാധിക്കുക? ഓപ്ഷൻ എ മയക്കുമരുന്ന്, ഓപ്ഷൻ ബി ക്ഷീണം, ഓപ്ഷൻ സി ഉച്ചത്തിലുള്ള സംഗീതം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, M1 കാറ്റഗറി വാഹനങ്ങൾക്ക് ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റിൽ കൂടാത്ത യാത്രക്കാരുടെ വാഹനങ്ങൾ കേരളത്തിലെ നഗരപരിധിയിൽ നിലവിലുള്ള പരമാവധി അനുവദനീയമായ വേഗത എത്രയാണ്? ഓപ്ഷൻ എ മണിക്കൂറിൽ 50 കിലോമീറ്റർ, ഓപ്ഷൻ ബി മണിക്കൂറിൽ 60 കിലോമീറ്റർ, ഓപ്ഷൻ സി മണിക്കൂറിൽ 70 കിലോമീറ്റർ, ഓപ്ഷൻ ഡി മണിക്കൂറിൽ 80 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ഞാൻ കൊടുക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, റൗണ്ട് എബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഹോൺ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി ഹോൺ മുഴക്കണം, ഓപ്ഷൻ സി ഹോൺ വേണമെങ്കിൽ മുഴക്കാം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഓപ്ഷൻ എ ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ വാഹനത്തിൽ മൾട്ടി ടോൺ ഹോണുകൾ ഘടിപ്പിക്കുന്നത് ഡാഷ്. ഓപ്ഷൻ എ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രമേ അനുവാദമുള്ളൂ, ഓപ്ഷൻ സി എല്ലാ വാഹനങ്ങൾക്കും അനുവദനീയമാണ്, ഓപ്ഷൻ ഡി ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഓപ്ഷൻ ഡി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ബസ് സ്റ്റോപ്പ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് കൊടുക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കവലയിൽ ചുവന്ന ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക, ഓപ്ഷൻ ബി സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുക, ഓപ്ഷൻ സി വേഗതയിൽ മാറ്റം വരുത്താതെ ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക, ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക, മറുവശത്ത് നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കനത്ത മഴയിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡാഷ് സാധ്യതയുണ്ട്.
ഓപ്ഷൻ എ വർദ്ധിക്കുവാൻ, ഓപ്ഷൻ ബി കുറയുവാൻ, ഓപ്ഷൻ സി 10 ഇരട്ടി വരെ കൂടാൻ, ഓപ്ഷൻ ഡി അതേപടി തുടരുവാൻ. കറക്റ്റ് ആൻസറായിട്ട് ഞാൻ കൊടുക്കുന്നത് ഓപ്ഷൻ എ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ട്രാഫിക് സിഗ്നൽ നിയന്ത്രിക്കുന്ന ഒരു കാൽനട ക്രോസിങ്ങിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കായി സിഗ്നൽ പച്ചയായി മാറി. എന്നാൽ കാൽനട യാത്രക്കാർ ഇപ്പോഴും കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ വേഗത കുറയ്ക്കുക, കാൽനട യാത്രക്കാർക്ക് വഴി നൽകുക. ഓപ്ഷൻ ബി സിഗ്നൽ നിങ്ങൾക്ക് അനുകൂലമായതിനാൽ വേഗത കൂട്ടുക. ഓപ്ഷൻ സി വേഗത കൂട്ടുക എന്നാൽ കാൽനട യാത്രക്കാരെ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് കാൽനട യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി പോകുക. ഓപ്ഷൻ എ ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണമില്ല. ഓപ്ഷൻ ബി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. ഓപ്ഷൻ സി അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ച് കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. ഓപ്ഷൻ ഡി സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. ഓപ്ഷൻ എ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. കടത്ത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് കൊടുക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. MSM PSL തത്വത്തിൻ്റെ ഭാഗമായി ദിശ മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ വേഗത ക്രമീകരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ നിങ്ങളുടെ നിയന്ത്രണം ഉപയോഗിച്ച് മറ്റ് ഡ്രൈവർമാരെ ആകർഷിക്കാൻ. ഓപ്ഷൻ ബി നിങ്ങൾക്ക് മാനുവൽ സുരക്ഷിതമായി സുഗമമായി നടപ്പാക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ. ഓപ്ഷൻ സി മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് വളവ് വേഗത്തിലാക്കുന്നതിന്. ഓപ്ഷൻ ഡി നിങ്ങളുടെ കണ്ണാടി വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ. ഓപ്ഷൻ ബി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ വാഹനത്തിന് ഒരു സർക്കിൾ തിരിക്കുന്നതിന് വേണ്ടി സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി ഒരു കോർണർ തിരിയുന്നതിന് വേണ്ടി വാഹനം തിരിയുന്നതിന്. ഓപ്ഷൻ സി ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം. ഓപ്ഷൻ ഡി ഇടത്തു നിന്ന് വലത്തോട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം. ഓപ്ഷൻ എ ആണ് ഞാൻ കറക്റ്റ് ആൻസറായിട്ട് കൊടുക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. യു-ടേൺ നിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഞാൻ കൊടുക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ആണ് നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കുന്നത്? ഓപ്ഷൻ എ മഴയത്ത്, ഓപ്ഷൻ ബി മൂടൽമഞ്ഞിൽ, ഓപ്ഷൻ സി രാത്രിയിൽ, ഓപ്ഷൻ ഡി ശക്തമായ കാറ്റിൽ. കറക്റ്റ് ആൻസറായിട്ട് കൊടുക്കുന്നത് മൂടൽമഞ്ഞിലാണ്. ഓപ്ഷൻ ബി ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ വാഹനം ഓടിക്കാം? ഓപ്ഷൻ എ മണിക്കൂറിൽ 60 കിലോമീറ്ററിന് മുകളിൽ. ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ പരമാവധി വേഗതയിൽ. ഓപ്ഷൻ സി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഗതയിൽ. ഓപ്ഷൻ ഡി നിർദ്ദിഷ്ട റോഡിൻ്റെ അനുവദനീയമായ വേഗപരിധി അനുസരിച്ച്. ഓപ്ഷൻ ഡി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. നിർബന്ധമായി ഇടതുവശം ചേർന്ന് പോവുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഞാൻ കൊടുക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റോപ്പ് ലൈൻ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ റോഡിൻ്റെ അരികിലൂടെ വരച്ച വര. ഓപ്ഷൻ ബി റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിങ്ങിൻ്റെയോ മുമ്പായി ക്യാരേജ് വേക്ക് കുറുകെയുള്ള വെള്ള ലൈൻ. ഓപ്ഷൻ സി റോഡിൻ്റെ നടുവിലുള്ള ഇടവിട്ട വെള്ള വര. ഓപ്ഷൻ ഡി മഞ്ഞ നിറത്തിൽ റോഡിൻ്റെ നടുവിലൂടെ വരച്ച വര. ഓപ്ഷൻ ബി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ. റോഡ് അപകടങ്ങൾ മൂലം ആഗോളതലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഓരോ വർഷവും ശരാശരി എത്ര പേർ മരിച്ചതായി കണക്കാക്കുന്നു? ഓപ്ഷൻ എ ഏകദേശം 5 ലക്ഷം. ഓപ്ഷൻ ബി ഏകദേശം 1.2 ദശലക്ഷം. ഓപ്ഷൻ സി ഏകദേശം 2.2 ദശലക്ഷം. ഓപ്ഷൻ ഡി ഏകദേശം 3.2 ദശലക്ഷം. ഓപ്ഷൻ ബി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾ ഒരു ജംഗ്ഷനെ സമീപിക്കുകയാണ്. MSM തത്വം അനുസരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് മിററുകൾ പരിശോധിച്ച് തിരിയുക. ഓപ്ഷൻ ബി ഇടത്തേക്ക് സിഗ്നൽ നൽകി ഉടൻ തിരിയുക. ഓപ്ഷൻ സി തിരിഞ്ഞതിന് ശേഷം കണ്ണാടികൾ ബ്ലൈൻഡ് സ്പോട്ടുകളെ പരിശോധിക്കുക. ഓപ്ഷൻ ഡി മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. ഓപ്ഷൻ ഡി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? ഓപ്ഷൻ എ റിയർ വ്യൂ മിററിൽ കാണാത്ത പ്രദേശം. ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റുകളാൽ കാണപ്പെടാത്ത ഒരു പ്രദേശം. ഓപ്ഷൻ സി വാഹനത്തിനുള്ളിൽ റിയർ വ്യൂ മിറർ കൊണ്ട് കാണപ്പെടാത്ത ഒരു പ്രദേശം. ഓപ്ഷൻ ഡി അപകട നിരക്ക് കൂടുതലുള്ള പ്രദേശം. ഓപ്ഷൻ എ ആണ് ഞാൻ കൊടുക്കുന്നത്. ക്യാപ്ച വന്നിട്ടുണ്ട്. മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകൾ. ഓപ്ഷൻ എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്.
ഓപ്ഷൻ ബി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ഡി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ് ടോക്കൺ. ഓപ്ഷൻ ബി ആണ് ഞാൻ ആൻസറായിട്ട് കൊടുക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് മിസ്റ്റേക്ക് വന്നു കേട്ടോ. 23 എണ്ണമാണ് ശരിയായത്, 7 എണ്ണം തെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെ എന്തായാലും പാസ്സായിട്ടുണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കാം അല്ലേ. റോഡിൽ ഹമ്പ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം, അത് കറക്റ്റാണ്. അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രിത വേഗപരിധി പാലിക്കുന്നത് എപ്പോൾ? പകൽ സമയത്ത് മാത്രം, രാത്രി സമയത്ത് മാത്രം, ജോലി നടക്കുന്ന സമയത്ത് മാത്രം, എല്ലാ സമയങ്ങളിലും? കറക്റ്റ് ആൻസർ എല്ലാ സമയങ്ങളിലുമാണ്. സീറ്റ് ബെൽറ്റിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്താണ്? ഡ്രൈവർ മാത്രമേ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതുള്ളൂ എന്നതാണ് തെറ്റിദ്ധാരണ. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതു സ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഇവിടെ ഞാൻ എൻ്റെ മൈൻഡിൽ രണ്ടാമത്തെ എന്നായിരുന്നു കേട്ടോ, അതാണ് മിസ്റ്റേക്ക് വന്നത്. 5000 രൂപയാണ് ആൻസറായിട്ട് വരുന്നത്. ഏത് അവസരത്തിലാണ് വെയ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? ബ്രേക്കിംഗ്, കോർണറിംഗ്, ആക്സിലറേഷൻ എന്നീ ടൈമിങ്ങിലാണ് വെയ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അതും എനിക്ക് തെറ്റി കേട്ടോ. T പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷ് സൂചിപ്പിക്കുന്നു. വടക്കൻ പാടില്ലാത്തൊരു ലൈൻ, ഗ്യാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ.
ലേണേഴ്സ് എക്സാമിന് പോകുന്നതിന് മുൻപ് MED ലീഡ്സ് ആപ്പിലെ മോക്ക് ടെസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ടൈം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാം പാസ്സാവാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.